Hello friends, irrigation എന്ന സബ്ജക്റ്റിലെ ടെക്നിക്കൽ ടേംസ് യൂസ്ഡ് ഇൻ ഇറിഗേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഇറിഗേഷൻ? അപ്പോൾ നാച്ചുറലി വെള്ളം അവൈലബിൾ അല്ലാത്ത സോയിൽ അല്ലെങ്കിൽ ഡ്രൈ സോയിൽ നമ്മൾ കൃഷി ചെയ്യാൻ നേരം, ക്രോപ്സ് നടാൻ നേരം ഈ ക്രോപ്സിൻ്റെ നറിഷ്മെൻറ്റിനായിട്ട് നമ്മൾ വെള്ളം ആർട്ടിഫിഷ്യലി ആഡ് ചെയ്യുന്ന മെത്തേഡ്സിനെ, ആ ഒരു സയൻസിനെയാണ് നമ്മൾ ഇറിഗേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഇറിഗേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല മെത്തേഡ്സ് ഏതൊക്കെയാണ്? സർഫസ് ഇറിഗേഷനും സബ് സർഫസ് ഇറിഗേഷനും. അപ്പോൾ ഇറിഗേഷൻ മെത്തേഡ്സിനെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷനാണ് സർഫസ് ഇറിഗേഷൻ ആൻഡ് സബ് സർഫസ് ഇറിഗേഷൻ. സർഫസ് ഇറിഗേഷൻ എന്ന് വെച്ചാൽ ചെടി നടുന്ന ആ ഒരു സർഫസിലാണ് നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യുന്നത്. സബ് സർഫസ് എന്ന് പറയുമ്പോൾ ആ ഗ്രൗണ്ട് ലെവലിലല്ല, ചെടികളിലെ മണ്ണിനടിയിലുള്ള റൂട്ട്സിൻ്റെ ലെവലിലായിരിക്കും വാട്ടർ നമ്മൾ ആർട്ടിഫിഷ്യലി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സർഫസ് ആൻഡ് സബ് സർഫസ് ഇറിഗേഷൻ. ഇനി ഓരോന്നിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അതിലേക്ക് നമുക്ക് കിടക്കാം. സർഫസ് ഇറിഗേഷൻ ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു ഫ്ലോ ഇറിഗേഷൻ ആൻഡ് ലിഫ്റ്റ് ഇറിഗേഷൻ. അപ്പോൾ എന്താണ് ഫ്ലോ ഇറിഗേഷൻ? നമ്മൾ പാഡി ഫീൽഡിലൊക്കെ നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യുന്നത് ഏതെങ്കിലും ആ ഫീൽഡിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടെ നമ്മൾ വെള്ളം ഒഴുക്കി വിടുന്നു. ആ നാച്ചുറൽ സ്ലോപ്പിൽ കൂടെ തന്നെ വാട്ടർ ഗ്രാവിറ്റിയുടെ ഹെൽപ്പോട് കൂടി ഒഴുകി എല്ലാ ഭാഗത്തും എത്തുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മെക്കാനിക്കലോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യാത്ത ഗ്രാവിറ്റിയുടെ ഹെൽപ്പോട് കൂടി മാത്രം വാട്ടർ ഒഴുകി പ്ലാന്റ്സിനെ ഇറിഗേറ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫ്ലോ സിസ്റ്റം ഓഫ് ഇറിഗേഷൻ എന്ന് വിളിക്കുന്നത്. വെൻ ദ വാട്ടർ ഇസ് അവൈലബിൾ അറ്റ് എ ഹയർ ലെവൽ ആൻഡ് ഇറ്റ് ഇസ് സപ്ലൈ ടു ദ ലോവർ ലെവൽ ബൈ മിയർ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി. ഇനി ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുമ്പോഴോ നമ്മൾ മെക്കാനിക്കൽ മീൻസിൻ്റെ ഹെൽപ്പോട് കൂടി പമ്പ് സെറ്റ് ഒക്കെ യൂസ് ചെയ്ത് താഴെയുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ അല്ലെങ്കിൽ താഴത്തെ ലെവലിലുള്ള വാട്ടറിനെ നമ്മളൊരു ഹയർ ലെവലിലായിരിക്കും ഫീൽഡ്, അവിടേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നു. If the water is lifted up by some mechanical or manual means such as pumps, then this system of irrigation is called as lift irrigation. ഇനി ഈ ഫ്ലോ ഇറിഗേഷനെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പെരീനിയൽ ഇറിഗേഷൻ. എന്താണ് പെരീനിയൽ ഇറിഗേഷൻ? പെരീനിയൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഓർത്തോണം ത്രൂ ഔട്ട് ദ ഇയർ, അതായത് ആ ക്രോപ്പ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്ലാന്റ് ക്രോപ്പ് വളരുന്ന അതിൻ്റെ ത്രൂ ഔട്ട് ക്രോപ്പ് പീരീഡ് ഉണ്ട്. അതായത് അത് നമ്മൾ സ്റ്റോ ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്യുന്ന വരെയുള്ള ത്രൂ ഔട്ട് പീരീഡ് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് വാട്ടർ അവൈലബിൾ ആണ് എങ്കിൽ അതിനെയാണ് പെരീനിയൽ ഇറിഗേഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ഈ പെരീനിയൽ ഇറിഗേഷൻ സിസ്റ്റം എന്നുള്ള ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒഴുകി പോകുന്ന റിവറിന് എതിരെ നമ്മളൊരു അതിന് അക്രോസ് ആയിട്ട് നമ്മളൊരു വിയറോ ഒരു ബറാഷോ ഒക്കെ കെട്ടിയിട്ട് അതുവഴി തടഞ്ഞു നിർത്തുമ്പോൾ ആ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. അവിടെ ഒരു കനാൽ കൺസ്ട്രക്ട് ചെയ്ത് ഈ വെള്ളത്തിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ഫീൽഡ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പം പെരീനിയൽ റിവർ ആണ് എങ്കിൽ ത്രൂ ഔട്ട് ദ ഇയർ നമുക്കിങ്ങനെ വാട്ടർ സപ്ലൈ എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെയാണ് പെരീനിയൽ ഇറിഗേഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇൻ ദ പെരീനിയൽ സിസ്റ്റം ഓഫ് ഇറിഗേഷൻ കോൺസ്റ്റൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് വാട്ടർ സപ്ലൈ ഇസ് അഷ്യൂർഡ് ടു ദ ക്രോപ്സ് in accordance with the requirement of the crop throughout the crop period. ഇവിടെ ക്രോപ്പ് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്രോപ്പ് നമ്മൾ നട്ടത് സോ ചെയ്തത് തൊട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്ന വരെയുള്ള ത്രൂ ഔട്ട് ടൈം പീരീഡിനെയാണ് ക്രോപ്പ് പീരീഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ പെരീനിയൽ സിസ്റ്റത്തിൽ തന്നെ ഡയറക്റ്റ് ഇറിഗേഷനും ഉണ്ട്, സ്റ്റോറേജ് ഇറിഗേഷനും ഉണ്ട്. വെൻ ദ വാട്ടർ ഇസ് ഡയറക്റ്റഡ് ഇൻ ടു ദ കനാൽ ബൈ കൺസ്ട്രക്ഷൻ ഓഫ് എ വിയർ ഓർ എ ബറാഷ് അക്രോസ് ദ റിവർ ഇറ്റ് ഇസ് കോൾഡ് ഡയറക്റ്റ് ഇറിഗേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കൂട്ട് നമ്മളൊരു ഒഴുകുന്ന ഒരു പെരീനിയൽ റിവറിന് അക്രോസ് ആയിട്ടൊരു വിയറോ ഒരു ബറാഷോ ഒക്കെ കെട്ടിയിട്ട് കനാൽ സിസ്റ്റം വഴി ഈ വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്ത് സപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിനെ ഡയറക്റ്റ് ഇറിഗേഷൻ എന്നാണ് പറയുന്നത്. എന്നാൽ ഫ്ലഡ് വരുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം ഒഴുക്ക് കൂടുതലുള്ള സമയത്ത് ഈ വാട്ടറിനെ നമ്മൾ കളക്ട് ചെയ്ത് എവിടെയെങ്കിലും കെട്ടി നിർത്തുവാണ്. സ്റ്റോർ ചെയ്തതിന് ശേഷം സമയാസമയങ്ങളിൽ അത് നമ്മൾ നമ്മുടെ ഫീൽഡുകളിലേക്ക് അല്ലെങ്കിൽ ക്രോപ്പ് വളരുന്നിടത്തേക്ക് സപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിനെ സ്റ്റോറേജ് ഇറിഗേഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. But if a dam is constructed across the river to store water during monsoons so as to supply water in the off-taking channels during periods of low flow, then it is termed as storage irrigation. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പുഴയിൽ നിന്ന് കനാൽ സിസ്റ്റം വഴി നമ്മൾ ഒഴുക്കി ഫീൽഡിലേക്ക് വിടുവാണെങ്കിൽ അത് ഡയറക്റ്റ് ഇറിഗേഷനും, അത് കുറച്ച് നാളത്തേക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തതിന് ശേഷം പിന്നീട് വാട്ടർ ലെവൽ കുറയുന്ന സമയത്ത് ഇത് നമ്മൾ ഫീൽഡിലേക്ക് സപ്ലൈ ചെയ്യുവാണ് എങ്കിൽ അതിനെ സ്റ്റോറേജ് ഇറിഗേഷൻ എന്നും വിളിക്കും. ഇനി ഫ്ലഡ് ഇറിഗേഷൻ ഓർ ഇനൻഡേഷൻ ഇറിഗേഷൻ എന്താണ്? ഈ ഫ്ലഡ് എന്നുള്ള പേര് കേൾക്കുമ്പോഴേ ഓർത്തോണം വെള്ളം അധികമുള്ള സമയത്ത്, അതായത് ഫ്ലഡ് വരുന്ന സമയങ്ങളിൽ മോൺസൂൺ കാലങ്ങളിൽ അപ്പോഴേക്കും അധികം വെള്ളം നമുക്ക് അവൈലബിൾ ആണ്. ഈ വെള്ളത്തിനെ സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഇറിഗേഷനായിട്ട് യൂസ് ചെയ്യുന്നു. ഇൻ ദിസ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ സോയിൽ ഇസ് കെപ്റ്റ് സബ്മേർജ്ഡ് ആൻഡ്
thorough saturation and through thorough saturation of the land is made possible. അതായത് വെള്ളം നമ്മൾ ഈ സ്റ്റോർ ചെയ്ത വെള്ളം നമ്മൾ പിന്നീട് സോയിലിലേക്ക് ഫീൽഡിലേക്ക് ഒഴുക്കി വിട്ടിട്ട് അതിനെ കെട്ടി നിർത്തി തറോ ആയിട്ട് ആ ലാൻഡ് സാച്ചുറേറ്റഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇറിഗേഷനാണ് ഫ്ലഡ് ഇറിഗേഷൻ ഓർ ഇനൻഡേഷൻ ഇറിഗേഷൻ. ഇനി അടുത്ത നമ്മൾ സർഫസ് ഇറിഗേഷനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ സർഫസ് ഇറിഗേഷനും മെൻഷൻ ചെയ്തിരുന്നു. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇറിഗേഷൻ വാട്ടർ ഡസ് നോട്ട് വെറ്റ് ദ സോയിൽ സർഫസ്. സോയിലിൻ്റെ സർഫസിനെ നനയ്ക്കുന്നില്ല, പകരം പ്ലാന്റ്സിൻ്റെ റൂട്ട് സോണിലാണ് വാട്ടർ അപ്ലൈ ചെയ്യുന്നത്. ദ അണ്ടർഗ്രൗണ്ട് വാട്ടർ നറിഷസ് ദ പ്ലാന്റ് റൂട്ട്സ് ബൈ കാപ്പിലാരിറ്റി. ഇറ്റ് മേ ബി ഡിവൈഡഡ് ഇൻ ടു ദ ഫോളോയിങ് 2 types. ഇനി സബ് സർഫസ് ഇറിഗേഷനും വീണ്ടും 2 ടൈപ്പ് ഉണ്ട്. നാച്ചുറൽ സബ് ഇറിഗേഷൻ, നാച്ചുറലായിട്ട് ഒന്നുകിൽ മഴവെള്ളം വഴിയാകാം, അല്ലെങ്കിൽ നമ്മൾ ഒഴുകി വരുന്ന വെള്ളം വഴിയാകാം. ഇത് നാച്ചുറലായിട്ട് കാപ്പിലറി ആക്ഷൻ വഴി ഗ്രൗണ്ടിൻ്റെ ലെവലിലേക്ക് റൂട്ട് ലെവലിലേക്ക് താഴേക്ക് ഒഴുകിപ്പോയി റൂട്ട്സിനെ ആ ഒരു വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നാച്ചുറൽ സബ് ഇറിഗേഷനാണ്. When underground irrigation is achieved simply by natural processes without any additional effort, it is called natural subsurface irrigation. ഇനി ആർട്ടിഫിഷ്യൽ സബ് ഇറിഗേഷൻ എന്ന് വെച്ചാലോ, നമ്മളൊരു ചെറിയ പൈപ്പ്സ് ഒക്കെ ഈ ഗ്രൗണ്ട് ലെവലിന് താഴെ റൂട്ട് സോണിനടുത്തായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പൈപ്പ്സ് ലേ ചെയ്ത് അതുവഴി നമ്മൾ വാട്ടർ അപ്ലൈ ചെയ്യുവാണെങ്കിലാണ് അതിനെ ആർട്ടിഫിഷ്യൽ സബ് സർഫസ് ഇറിഗേഷൻ എന്ന് വിളിക്കുന്നത്. When a system of open jointed drains is artificially laid below the soil so as to supply water to the crops by capillarity, then it is known as artificial sub irrigation. ഇത് കുറച്ച് കോസ്റ്റ്ലി പ്രോസസ്സാണ്. കാരണം നമ്മൾ മണ്ണ് എക്സ്കവേറ്റ് ചെയ്യണം, ഈ പൈപ്പ് ലൈൻസ് ലേ ചെയ്യണം, ഇതിൽ ബ്ലോക്കേജ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഫാമിങ്ങിനായിട്ട് ഈ ക്രോപ്സിലേക്ക് വാട്ടർ അപ്ലൈ ചെയ്യുന്ന ടെക്നീക്സ്, അതിൻ്റെ പേരുകളോട് ഒന്ന് അറിഞ്ഞിരിക്കണം. ആദ്യത്തേത് ഫ്രീ ഫ്ലഡിങ് മെത്തേഡ്. അപ്പോൾ ആദ്യം നമ്മൾ പാഡി ഫീൽഡ്സിൻ്റെ കേസിൽ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ആ ഒരു ഫീൽഡിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ കൂടെ നമ്മൾ ഓപ്പണിങ്ങിൽ കൂടെ വെള്ളം സപ്ലൈ ചെയ്യുന്നു, അത് ഗ്രാവിറ്റിയുടെ ഹെൽപ്പോടുകൂടി എല്ലായിടത്തും ഒഴുകി എത്തുന്നു. അതിനെയാണ് നമ്മൾ ഫ്രീ ഫ്ലഡിങ് എന്ന് വിളിക്കുന്നത്. Ditches are excavated in the field and they may be either on the contour or up and down the slope. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രീ ഫ്ലഡിങ് വഴി വെള്ളം ഒഴുക്കുന്ന നേരം നമ്മൾ ഈ ഫീൽഡുകൾ അതിൻ്റെ ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യുന്നത് കോണ്ടൂറിൻ്റെ ബേസിസിലാണ്. കോണ്ടൂർ എന്ന് പറയുന്നത് ഒരേ എലിവേഷനുള്ള പോയിൻറ്റ്സിലായിരിക്കും നമ്മൾ ഈ ഡിച്ചസ്, വെള്ളം ഒഴുകി വരുന്ന ഡിച്ചസ് പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്ന് താഴേക്കുള്ള ലെവലിലേക്ക് ഈ ഫീൽഡ്, അതിൽ നിന്ന് താഴെ ലെവലിലുള്ള ഫീൽഡിലേക്ക് ഈ വെള്ളം ചെറിയ ഓപ്പണിങ്സ് വഴി ഒഴുകി വരുന്നു. Water from these ditches flow across the field. After water leaves the ditches, no attempt is made to control the flow. അങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ ഈ വെള്ളത്തിന് ഒഴുകാവുന്നുണ്ട്, ഗ്രാവിറ്റിയുടെ ഹെൽപ്പോടുകൂടി ഒഴുകുന്നതുകൊണ്ട് തന്നെ ഇതിനെ വൈൽഡ് ഫ്ലഡിങ് എന്നും വിളിക്കാറുണ്ട്. വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ഈസ് ലോ, കാരണം നമുക്ക് ഒരുപാട് ഇവോപ്പറേഷൻ ലോസസ് ഒക്കെ ഇതുവഴി ഉണ്ടാകാം. Wild flooding is most suitable for close growing crops, pastures, etc. അതായത് അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ ചെടികൾ നടുമ്പോഴാണ് ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. കോണ്ടൂർ ഡിച്ചസ് ആർ കോൾഡ് ലാറ്ററൽസ് ഓർ സബ്സിഡറി. ഈ കോണ്ടൂർ ഡിച്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വെള്ളത്തിൻ്റെ സപ്ലൈ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കുഴികളുണ്ടല്ലോ, ഡിച്ചസ്, അത് നമ്മൾ പറഞ്ഞു കോണ്ടൂറിന്, അതായത് ഒരേ എലിവേഷൻ ലെവലുള്ള പോയിന്റ്സിൽ കൂടെ ആയിരിക്കും ഈ ഡിച്ചസ് പോകുന്നതെന്ന്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ലാറ്ററൽസ് ഓർ സബ്സിഡറി. ഇവിടെ ഫിഗറിൽ കാണാം, ഇതൊരു പാഡി ഫീൽഡാണ്. ഈ ഒരു പർട്ടിക്കുലർ ഫ്രീ ഫ്ലഡിങ് മെത്തേഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതേപോലത്തെ ഒരേ പോയിന്റ്സിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ലാറ്ററൽസിൽ കൂടെയാണ് നമ്മൾ വാട്ടർ ഈ ഫീൽഡിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പോയിന്റിലും ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടുന്ന് ഈ ഫീൽഡ്, ഇത്ര ഏരിയയാണ് ഫീൽഡ് വരുന്നത്, അവിടേക്ക് ഈ വെള്ളം ഒഴുകി ഇറങ്ങുന്നു. അടുത്തത് ബോർഡർ ഫ്ലഡിങ് മെത്തേഡ് അല്ലെങ്കിൽ ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ ആ മൊത്തം ഫീൽഡിനെ നമ്മൾ പല സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സ്ട്രിപ്പിൻ്റെയും ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. ഇതും ഗ്രാവിറ്റിയുടെ ഹെൽപ്പോട് കൂടി തന്നെ ഒഴുകി അപ്പുറത്തെ അറ്റത്തേക്ക് എത്തുന്നു. ഇനി ഇങ്ങനെ നമ്മൾ ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ് പ്രൊവൈഡ് ചെയ്യാൻ നേരം ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫിഗറിൽ കാണാം, പല സ്ട്രിപ്സ് ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡ് ഏരിയ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ത്രൂ ഔട്ട് ഒരേ, നമ്മൾ വിഡ്ത്ത് നോക്കുവാണെങ്കിൽ ഒരേ ലെവലിലായിരിക്കും വിഡ്ത്ത് വൈസ് വരുന്നത്. പക്ഷേ വെള്ളം ഒഴുകി വരാൻ നമുക്കൊരു സ്ലോപ്പ് വേണ്ടതുകൊണ്ട് തന്നെ മുകളിലത്തെ പോർഷൻ ഒരു ഹയർ, അല്ലെങ്കിൽ നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുന്ന പോർഷൻ ഒരു ഹയർ ലെവലിലും താഴത്തെ പോർഷൻ ഒരു കുറച്ചുകൂടെ താഴെ എലിവേഷനുള്ള ഒരു പോയിന്റും ആയിരിക്കും.
In this border strip flooding method, farm is divided into a series of strips. To irrigate, water is turned from the supply ditch onto the head of the border. Surface is essentially level between two borders so that advancing sheet of water covers the entire width of the strip. അടുത്തത് ചെക്ക് ഫ്ലഡിങ്. ചെക്ക് ഫ്ലഡിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗറിൽ കാണുന്ന കൂട്ട് നമുക്ക് ഇറിഗേറ്റ് ചെയ്യേണ്ട ലാൻഡ് ഇതേപോലെ ചെറിയ ടെമ്പററി ബണ്ടൊക്കെ കെട്ടിയിട്ട് പല ചെറിയ ചെറിയ പ്ലോട്ട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, അതിൽ കൂടെ വെള്ളം ഒഴുക്കി വിടുന്നു. Check flooding is similar to ordinary flooding except that water is controlled by surrounding the check area with low and flat levees. ഈ ബണ്ടുകൾ കെട്ടി നമ്മൾ പല ഏരിയ ആയിട്ട് പല ബ്ലോക്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വെള്ളം ഒഴുക്കി വിടുന്നത്. അപ്പോൾ അതാണ് ചെക്ക് ഫ്ലഡിങ്. ഇനി ബേസിൻ ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഈ തെങ്ങും പറമ്പിലൊക്കെ അതുപോലെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഓർച്ചേർഡ്സൊക്കെ വളർത്താൻ നേരം ക്രോപ്പിംഗ് ചെയ്യാൻ നേരമൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇറിഗേഷൻ മെത്തേഡാണ് ഈ ബേസിൻ ഫ്ലഡിങ്. ഇപ്പോൾ ഇവിടെ ഫിഗറിൽ കാണാം, നമ്മളൊരു ഡിച്ച് പ്രൊവൈഡ് ചെയ്യും, അതിൽ കൂടെ വെള്ളം ഒഴുക്കി ഓരോ മരത്തിൻ്റെയും താഴെ ഈ വെള്ളം ഒഴുകി പോകുന്ന രീതിയിൽ ഒരു ചെറിയൊരു എക്സ്കവേഷൻ ചെയ്തു കൊടുക്കുന്നു, അതിലേക്ക് വെള്ളം ഒഴുകി വരുന്നു. ഇതും ഗ്രാവിറ്റിയുടെ ഹെൽപ്പോട് കൂടി തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഓരോ മരത്തിൻ്റെ അടിയിൽ ഇതേപോലെ വെള്ളം ഒഴുകി വരുന്ന രീതിയിൽ പ്രത്യേക ഒരു റിംഗ് ബേസിൻ പോലെ കെട്ടിയിട്ട് അവിടെ വെള്ളം ഒഴുകി വരുന്ന രീതിയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബേസിൻ ഫ്ലഡിങ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ എന്ന് വിളിക്കുന്നത്. ബേസിൻ ഫ്ലഡിങ് ഇസ് എ സ്പെഷ്യൽ ഫോം ഓഫ് ചെക്ക് ഫ്ലഡിങ് അഡാപ്റ്റഡ് ടു ഓർച്ചേർഡ്സ്. അപ്പോൾ ഇതൊരു കീവേഡാണ്. ഇത് 1-2 പ്രാവശ്യം ചോദിച്ചപ്പോഴും ഓർച്ചേർഡ് ഫാമിങ്ങിന് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്തോണം. ഓർച്ചേർഡ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബേസിൻ ഫ്ലഡിങ് ആണ്. അടുത്തത് ഫറോ ഇറിഗേഷൻ മെത്തേഡ്. ഫറോ ഇറിഗേഷൻ മെത്തേഡിൽ ഈ ഒരു ഫിഗറിൽ കാണുന്ന കൂട്ട് തന്നെ നമ്മൾ നീളത്തിൽ തിന്നായിട്ടുള്ള സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇടയ്ക്കുള്ള പോർഷൻ ക്രോപ്പ് വളരാത്ത ക്രോപ്പ് നടാത്ത ഇടയ്ക്കുള്ള പോർഷനിൽ നമ്മൾ ഡിച്ചസ് ക്രിയേറ്റ് ചെയ്യും, ഫറോസ് എന്ന് വിളിക്കും. അതിലാണ് ഈ വെള്ളം സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിച്ചിൽ കൂടെ ഒഴുകുന്ന അല്ലെങ്കിൽ ഒരു ഫൊറയിൽ കൂടെ ഒഴുകുന്ന വെള്ളം രണ്ട് സൈഡിലുള്ള ക്രോപ്സിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ മെത്തേഡ്, അതും വളരെ കോമൺ ആണ്, നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. സ്പ്രിങ്ക്ലേഴ്സ് യൂസ് ചെയ്ത് വാട്ടർ സപ്ലൈ ചെയ്യുന്നതാണ് സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ മെത്തേഡ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് സോയിൽസ് ആൻഡ് ഫോർ വൈഡ്ലി ഡിഫറെൻറ്റ് ടോപ്പോഗ്രഫീസ് ആൻഡ് സ്ലോപ്സ്. അവസാനത്തേത് ഡ്രിപ്പ് ഇറിഗേഷൻ. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ സബ് സർഫസ് ഇറിഗേഷൻ പറഞ്ഞിരുന്നല്ലോ, ഏകദേശം അതുകൂട്ട് തന്നെയാണ്. അതായത് പ്ലാന്റ്സിൻ്റെ റൂട്ട് സോണിലേക്ക് വാട്ടർ ഇറ്റിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഓഫ് ഇറിഗേഷനാണ് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ. ഏറ്റവും എഫക്റ്റീവായുള്ള ഒരു സിസ്റ്റം ഓഫ് ഇറിഗേഷൻ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ദ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. കാരണം ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ നമുക്ക് ഇവാപ്പറേഷൻ ലോസോ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. റൂട്ട് സോണിലേക്ക് തന്നെ കറക്റ്റായിട്ട് ആവശ്യത്തിന് വെള്ളം എത്തുകയും ചെയ്യും. ഡ്രിപ്പ് ഇറിഗേഷൻ, ഓൾസോ കോൾഡ് ട്രിക്കിൾ ഇറിഗേഷൻ. It is the latest field irrigation technique and is meant for adoption at places where there exists acute scarcity of irrigation water and other salt problems. ഇപ്പം വാട്ടർ സ്കാർസിറ്റി ഉള്ള ഏരിയാസിലൊക്കെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇറിഗേഷൻ സിസ്റ്റമാണ്. കാരണം നേരത്തെ പറഞ്ഞുകൊണ്ട് ലോസുകൾ വരുന്നത് വളരെ കുറവാണ്. In this method, water is slowly and directly applied to the root zone of the plants, thereby minimizing the losses by evaporation and percolation. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ടൈപ്സ് ഓഫ് ഇറിഗേഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ സർഫസ് പറഞ്ഞു, സബ് സർഫസ് ഇറിഗേഷൻ മെത്തേഡ്സ് പറഞ്ഞു. സർഫസ് മെത്തേഡ്സിന് തന്നെ 2 ക്ലാസിഫിക്കേഷൻ, ഫ്ലോയ്, ലിഫ്റ്റ്, പിന്നെ ബാക്കി സബ് ക്ലാസിഫിക്കേഷൻസ് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ടൈപ്സ് ഓഫ് ഇറിഗേഷൻസ് ഇപ്പം നേരത്തെ തൊട്ട് ബേസിൻ ഇറിഗേഷൻ, അതേപോലെ ഫറോ ഇറിഗേഷൻ, അങ്ങനെ പല മെത്തേഡ്സും പറഞ്ഞു. അപ്പോൾ ഓരോന്നും എങ്ങനത്തെ ടൈപ്പ് അല്ലെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നതൊന്ന് നോക്കി വെച്ചേക്കണം. ഇനി